നമസ്കാരം, ന്യൂസ് കഫേ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ നവ്യാസി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. അതിവേഗം വളരുന്ന ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ GDP വിലയിരുത്തിയതിനേക്കാൾ മെച്ചപ്പെടുമെന്ന് IMF. ഭീകരതയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ നടപടികളെ ഒരു രാജ്യവും തടഞ്ഞിട്ടില്ലെന്നും ആക്രമണം നിർത്താൻ ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISRO നാസ സംയുക്ത ദൗത്യമായ നിസാർ ഉപഗ്രഹ വിക്ഷേപണത്തിന് കൗണ്ട് ഡൗൺ പുരോഗമിക്കുന്നു. റഷ്യയിൽ പസഫിക് തീരത്ത് ശക്തമായ ഭൂകമ്പം. NAC അക്രഡിറ്റേഷൻ രീതി ഓൺലൈൻ ആക്കുന്നു. ബുക്കർ സമ്മാന പട്ടികയിൽ കിരൺ ദേശായിയും. വാർത്തകൾ വിശദമായി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 1 വയസ്സ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 2 ഗ്രാമങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കിയ മഹാദുരന്തമുണ്ടായത് കഴിഞ്ഞ ജൂലൈ 30-നാണ്. രാജ്യം കണ്ട ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടൽ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രാമത്തെ തകർത്തെറിഞ്ഞു. 298 പേരുടെ ജീവനാണ് നഷ്ടമായത്. അപകടത്തിൽ കാണാതായ 32 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിജീവിതർക്കായുള്ള സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. പുത്തുമലയിൽ ഇന്ന് സർവമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കും. 2025-26 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.4% ആയിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര നാണയനിധി. അതിവേഗം വളരുന്ന ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ GDP മുൻപ് വിലയിരുത്തിയതിനേക്കാൾ മെച്ചപ്പെടുമെന്നാണ് നിരീക്ഷണം. ഇന്ത്യയുടെ GDP വളർച്ച 2025-ൽ 6.2%, 2026-ൽ 6.3% ആകുമെന്നായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ IMF വിലയിരുത്തൽ. അതേസമയം ആഗോള വളർച്ചാ നിരക്ക് 2025-ൽ 3%, 2026-ൽ 3.1% ആയിരിക്കുന്നുവെന്ന് IMF നിരീക്ഷിച്ചു. ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികളെ ഒരു രാജ്യവും തടഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണം നിർത്താൻ ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നുവെന്നും ലോകസഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മറുപടി പറയവേ പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെയും നാസയുടെയും സംയുക്ത ദൗത്യമായ നിസാർ ഉപഗ്രഹ വിക്ഷേപണത്തിന് ആയുള്ള കൗണ്ട് ഡൗൺ പുരോഗമിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ന് വൈകുന്നേരം 5:40-ന് GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. സസ്യജാലങ്ങളുടെ മാറ്റങ്ങൾ, മഞ്ഞുപാളികളുണ്ടാവുന്ന മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഈ ഭൗമ നിരീക്ഷണ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ISROയുടെയും നാസയുടെയും പ്രധാന സംയുക്ത ഉപഗ്രഹമാണ് നിസാർ. റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. കംചത്കയിൽ പസഫിക് തീരത്ത് ഇന്ന് പുലർച്ചെയാണ് 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. കടൽ തീരത്ത് നിന്ന് ഏകദേശം 136 കിലോമീറ്റർ അകലെ 19 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 2011-ലെ ജപ്പാനിലെ മെഗാ ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയുടെയും ജപ്പാന്റെയും US-ന്റെയും ചില ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. റഷ്യയിലെ സഖാലി ദ്വീപിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടി തുടങ്ങിയ സ്ഥിതിഗതികൾ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൂല്യനിർണ്ണയത്തിനായുള്ള NAC അക്രഡിറ്റേഷൻ രീതി ഓൺലൈനാക്കി മാറ്റുന്നു. കോളേജുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്നതിനു പകരം ആധികാരിക രേഖകൾ ഓൺലൈനായി പരിശോധിച്ച് മൂല്യനിർണ്ണയം നടത്താനാണ് ആലോചന. ഉയർന്ന റാങ്കിനായി നേരിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകാം. വ്യാജരേഖകൾ സമർപ്പിച്ചാൽ സ്ഥാപനത്തെ അക്രഡിറ്റേഷനിൽ നിന്ന് 3 വർഷം വരെ വിലക്കാനും വ്യവസ്ഥയുണ്ട്. പുതിയ രീതി ഓഗസ്റ്റിൽ തുടങ്ങും. ഈ വർഷത്തെ ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇന്ത്യൻ വംശജ കിരൺ ദേശായിയുടെ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ഇടം പിടിച്ചു. 2006-ൽ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന നോവലിന് കിരണിന് ബുക്കർ സമ്മാനം ലഭിച്ചിരുന്നു. പിന്നീട് ഇപ്പോഴാണ് അവർ നോവൽ എഴുതുന്നത്. കിരണിൻ്റെ ഉൾപ്പെടെ 13 നോവലുകളാണ് ആദ്യ പട്ടികയിൽ ഉള്ളത്. 1-ാം വർഷ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം UG PG വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിന് നാളെ തുടക്കമാകും. ബ്രേക്കിംഗ് ബിഗ് ചാപ്റ്റർ 2 എന്ന എഡ്യൂക്കേഷൻ ഗെയിമിലൂടെയാണ് പരിപാടിക്ക് ആരംഭം കുറിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെയും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെയും സഹായത്തോടെ പഠനം ഒരു ഇമ്മേഴ്സീവ് അനുഭവമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. വിവിധ സർവകലാശാലകളിലെ ജേർണലിസം സിലബസിൻ്റെ 7 മുതൽ 11% വരെയുള്ള പ്രായോഗിക പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സെക്ഷൻ ഒതുക്കിയിരിക്കുന്നത്. നാടിനെ നടുക്കിയ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വർഷം തികയുമ്പോൾ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ വിദ്യാർത്ഥിനികളായ ശ്രേയയുടെയും വർഷയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് കൽപ്പറ്റ NMSM ഗവൺമെൻറ് കോളേജ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി.